Today we are dealing with Kinger demand curve theory. Kinger demand curve theory ഏത് മാർക്കറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്? ഒലിഗോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഒലിഗോപ്പൊളി എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പറ്റീഷൻ എമംഗ് ദി ഫ്യൂ. കുറച്ച് സെല്ലേഴ്സ് ആയിരിക്കും ഒലിഗോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചർ ഉണ്ടായിരിക്കാം. അവിടെ ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കാം, ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കാം, അതായത് ഐഡൻറ്റിക്കൽ ആയിരിക്കാം, അതായത് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആയിരിക്കാം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒലിഗോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചറിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രൈസ് റിജിഡിറ്റി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. പ്രൈസ് എന്താണ്? റിജിഡ് ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിരിക്കും, അതിന് വല്ലാതെ മാറ്റം വരില്ല, അല്ലെങ്കിൽ ചേഞ്ച് വരാൻ ആരും ശ്രമിക്കൂല, ചേഞ്ച് വരുത്താൻ ആരും ശ്രമിക്കുന്നില്ല. ഒലിഗോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചറിലുള്ള ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഫേംസ് ശ്രമിക്കൂല. ഓക്കെ, അവരെപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ലെവലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രൈസ് എന്തുകൊണ്ടാണ് റിജിഡായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട് നിൽക്കുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു തിയറിയാണ് കിംഗർ ഡിമാൻഡ് കർവ് തിയറി അല്ലെങ്കിൽ കിംഗർ ഡിമാൻഡ് കർവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. Okay, so in order to explain the price rigidity under oligopoly, the most popular explanation is the Kinger demand curve hypothesis. So Kinger demand curve hypothesis കൊണ്ടുവന്നിട്ടുള്ളത് പോളം സി ആണ്. ഓക്കെ, അതാണ് പോളം സി. അപ്പോൾ കിംഗർ ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ ഏത് മാർക്കറ്റ് സ്ട്രക്ചർ ഓർമ്മ വരണം? ഒലിഗോപ്പൊളി എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ എമംഗ് ദ ഫ്യൂ ആണ്. അപ്പോൾ ഒലിഗോപ്പൊളിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രൈസ് റിജിഡിറ്റി. അപ്പോൾ പ്രൈസ് റിജിഡിറ്റി എന്തുകൊണ്ടാണ് പ്രൈസ് ഒലിഗോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചറിൽ ഇങ്ങനെ റിജിഡായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്, മാറ്റം വരാതെ നിൽക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള തിയറിയാണ് കിംഗർ ഡിമാൻഡ് കർവ് തിയറി കൊണ്ടുവന്നിട്ടുള്ളത് പോളം സി. അപ്പോൾ കിങ്കഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിങ്കഡ് എന്ന് പറഞ്ഞാൽ ഒടിഞ്ഞ എന്നുള്ളതാണ്. ഒടിവ് വന്നിട്ടുള്ള ഡിമാൻഡ് കർവാണ് എവിടെ ഉള്ളത്? ഒലിഗോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചറിലുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒടിവ് വന്ന ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കതൊന്ന് ഗ്രാഫിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നതാണ് കിംഗർ ഡിമാൻഡ് കർവ്. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിൽ ഔട്ട്പുട്ടാണ് കൊടുത്തിട്ടുള്ളത്, വൈ ആക്സിസിൽ പ്രൈസ് ആൻഡ് കോസ്റ്റ്. ഇ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പോയിൻ്റാണ്. അപ്പോൾ ഡി ടു ഡി, ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഡി സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നതാണ് കിംഗർ ഡിമാൻഡ് കർവ്. അപ്പോൾ ഡിമാൻഡ് കർവ് രണ്ട് പോർഷൻ ഉണ്ട് അല്ലേ, അതായത് ഇ എന്ന പോയിന്റിലാണ് കിങ് ചെയ്തിട്ടുള്ളത്, ഒടിഞ്ഞിട്ടുള്ളത്. അപ്പോൾ കിംഗർ ഡിമാൻഡ് കർവിന് രണ്ട് പോർഷൻ ഉണ്ട്, ഡി ടു ഇ, ഇ ടു ഡി. ഓക്കെ, ഡി ടു ഇ എന്ന് പറയുന്നത് ഡി സ്മോൾ ലെറ്റർ ഡി ആണ്, ഇവിടെ ഡി ക്യാപിറ്റൽ ലെറ്റർ ഡി ആണ്. അപ്പോൾ സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്നത് ടു ഇ എന്ന് പറയുന്ന ഈ പോർഷന് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവും ഇവിടുന്ന് ഇതുവരെയുള്ള പോർഷന് മാർക്കറ്റ് ഡിമാൻഡ് കർവാണ്. ഓക്കെ, അതായത് ഡി ടു ഇ എന്ന് പറയുന്ന പോയിന്റ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവിൽ വരുന്ന ഭാഗമാണ്, ഇ ടു ഡി എന്ന് പറയുന്ന ഈ ഒരു പോർഷന് മാർക്കറ്റ് ഡിമാൻഡ് കർവിൽ വരുന്ന ഭാഗമാണ്. അപ്പോൾ രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കിംഗർ ഡിമാൻഡ് കർവ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ഇക്വിലിബ്രിയം പോയിൻ്റാണ്. അതിൽ നിന്ന് വൈ ആക്സിലേക്ക് വരച്ചാൽ പിയും കിട്ടും, എക്സ് ആക്സിലേക്ക് വരച്ചാൽ ഔട്ട്പുട്ടും കിട്ടും. അതായത് ഒലിഗോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചറിലെ പ്രൈസ് എത്രയാണ്, ഔട്ട്പുട്ട് എത്രയാണെന്ന് കിട്ടും. ഓക്കെ, ഡി ഇ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് മോർ ഇലാസ്റ്റിക് ആണ്. ഓക്കെ, ഇത് ഇലാസ്റ്റിസിറ്റി കൂടുതലുള്ള ഒരു പോർഷൻ ആണെന്ന് അറിയാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ലെസ് ഇലാസ്റ്റിക്, അതായത് ഒന്നും കൂടെ കുത്തനെ വരുന്നതാണ്, ഇതൊന്നും കൂടെ നേരെ പോകാൻ പറ്റുന്ന രീതിയിലാണ് വരച്ചിട്ടുള്ളത്. ഡി എന്ന് പറയുന്ന പോർഷന് എന്താണ്? ഒന്നും കൂടെ നേരെ പോകാനുള്ള ഒരു രീതിയിലാണ് അല്ലേ, അതായത് മോർ ഇലാസ്റ്റിക് ആണെന്ന് പറയാം. ഇ ടു ഡി എന്ന് പറയുന്ന പോർഷൻ എന്താണ്? ലെസ് ഇലാസ്റ്റിക് ആണ്. ഓക്കെ, കുത്തനെ വരുന്നതാണ് എന്നുള്ളതാണ്. അതായത് പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഇവിടെ ഒരു നല്ല രീതിയിൽ മാറ്റം വരാം. ഇവിടെ പ്രൈസിൽ മാറ്റം വന്നാലും ഔട്ട്പുട്ടിനെ വല്ലാതെ, ഡിമാൻഡിനെ വല്ലാതെ ബാധിക്കില്ല. അതാണ് ഇലാസ്റ്റിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ആണ്. പ്രൈസിൽ എന്ത് മാറ്റം വന്നോ അതെങ്ങനെയാണ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നത്, അതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഡി എന്ന് പറയുന്ന പോർഷനിൽ ഇലാസ്റ്റിസിറ്റി കർവിന് കൂടുതലാണ്, ഇവിടെ എന്താണ്? കുറവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. ഇ എന്ന് പറയുന്നതിലാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്? കിങ്കേർഡ് അല്ലെങ്കിൽ കിങ്കേർഡ് എന്ന് പറയുന്നത് ഒടിഞ്ഞിട്ടുള്ളത് ഇ എന്ന പോർഷനിലാണ്, ഇക്വിലിബ്രിയം പോയിന്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രൈസ് റിജിഡായിട്ട് നിൽക്കുന്നത് എന്നാണ് കിംഗർ ഡിമാൻഡ് കർവ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഡയഗ്രാമത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് പ്രൈസ് റിജിഡിറ്റി
ഒലിഗോപോളിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രൈസ് റിജിഡിറ്റി എന്നുള്ളത് ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ ഈ ഒരു ഡിമാൻഡ് കർവ് ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ പറയുന്നത് പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും. ഓക്കെ, പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും. അപ്പോൾ ഇവിടെ OP എന്നുള്ളതാണ് നിലവിലുള്ള പ്രൈസ് ലെവൽ എന്ന് കരുതാം. ഒലിഗോപോളിയിലുള്ള നിലവിലുള്ള പ്രൈസ് ലെവൽ OP ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ഫേം എന്ത് ചെയ്തു, കുറച്ച് പ്രൈസ് ഇൻക്രീസ് ചെയ്തു P1ലേക്ക് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, P1ലേക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ ആ ഫേമിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ലെവലിലേക്ക് കുറയും. ആദ്യം OP പ്രൈസ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പ്രൈസാണ്, പിന്നെ OQ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ OP എന്നുള്ള പ്രൈസിന് എത്ര ഉണ്ടായിരുന്നു ഡിമാൻഡ്, ഔട്ട്പുട്ടിനുണ്ടായിരുന്ന ഡിമാൻഡ് എത്രയായിരുന്നു, OQ ആയിരുന്നു അല്ലേ. OP പ്രൈസിൽ OQ ഔട്ട്പുട്ട് അയാൾക്ക് വിൽക്കുക, അല്ലെങ്കിൽ അത്രയും ഡിമാൻഡ് ഉണ്ട്. പക്ഷെ P1ലേക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ, OP1 പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ എത്ര ഡിമാൻഡ് കുറഞ്ഞു, OQ1 ആയിട്ട് കുറഞ്ഞു. അതായത് Q എന്ന് പറയുന്ന എമൗണ്ട് ഡിമാൻഡ് അവിടെ നഷ്ടമായി അല്ലേ. അത്രയും പിന്നെ വിൽക്കാൻ കഴിയില്ല, എത്ര വിൽക്കാൻ കഴിയുള്ളൂ, OQ1 വിൽക്കാൻ കഴിയുള്ളൂ, അത്ര സാധനത്തിന് ഡിമാൻഡ് വരുന്നുള്ളൂ. അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനേക്കാളും എത്രയോ കുറഞ്ഞിട്ടുണ്ട് എന്ത്, ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട് അല്ലേ. അതാണ് ഇവിടെ മോർ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, മോർ ഇലാസ്റ്റിക് ആണ് അപ്പർ സെഗ്മെൻറ്റ് വരുന്നത്. അപ്പർ സെഗ്മെൻറ്റ് കർവിൽ അപ്പർ സെഗ്മെൻറ്റ് വരുന്നത് മോർ ഇലാസ്റ്റിക് കർവാണ്. അപ്പോൾ OP1ലേക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് P1 ഈ ഒരു ഡിസ്റ്റൻസിനേക്കാളും കൂടുതലുണ്ട് ഇവിടെ Q എന്ന് പറയുന്നതിൻ്റെ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ എല്ലാ ഫേംസും എന്ത് ചെയ്യൂല, അല്ല ഒലിഗോപോളിയിലുള്ള എല്ലാ ഫേംസും പ്രൈസ് ഇൻക്രീസ് ചെയ്യൂല അല്ലേ. ഒരാൾ മാത്രം പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ, അപ്പോൾ കസ്റ്റമറിൻ്റെ ഭാഗത്തു നിന്നുള്ള കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ മാത്രം പ്രൈസ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഈ കസ്റ്റമർക്ക് ആദ്യത്തെ പ്രൈസിൽ തന്നെ ഈ ഒരു OP ലെവലിൽ തന്നെ ബാക്കിയുള്ള ഫേംസിൻ്റെ അടുത്ത് പോയിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ട് ഒരു ഫേമിൻ്റെ അടുത്ത് പോയിട്ട് ആരും സാധനങ്ങൾ വാങ്ങൂല അല്ലേ. അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്ത ഫേമിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, കുറയായിരിക്കും ചെയ്യാം അല്ലേ. നെക്സ്റ്റ് കേസിൽ വരുമ്പോൾ എന്താണ്, പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന കേസ് പറഞ്ഞു, പ്രൈസ് ഡിക്രീസ് ചെയ്യുന്ന കേസ് എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ പ്രൈസ് കുറച്ചാൽ എന്ത് സംഭവിക്കും. ഓക്കെ, അപ്പോൾ P ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്ന പ്രൈസ്, അതിൽ നിന്ന് ഒരു ഫേം പ്രൈസ് കട്ട് ചെയ്തു, P2ലേക്ക് കട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ P2ലേക്ക് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫേമിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്ത് സംഭവിക്കുന്നു, വർദ്ധിക്കുന്നുണ്ട് അല്ലേ. ആദ്യം ഉണ്ടായിരുന്ന Q ആയിരുന്നു, പിന്നെ Q2ലേക്ക് വർദ്ധിച്ചു. അപ്പോൾ Pയിൽ നിന്ന് P2ലേക്ക് പ്രൈസ് റെഡ്യൂസ് ചെയ്തപ്പോൾ ആ ഫേമിൻ്റെ സാധനത്തിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്തു, വർദ്ധിച്ചു, Qയിൽ നിന്ന് Q2ലേക്ക് വർദ്ധിച്ചു. അപ്പോൾ നമ്മൾ നോക്കുക, പ്രൈസ് ഇത്രയും എന്ത് കുറച്ചിട്ടുണ്ട് അല്ലേ, പക്ഷെ അതിനനുസരിച്ചിട്ട് എവിടെ വർദ്ധിക്കൂല, ക്വാണ്ടിറ്റി ഡിമാൻഡ് വർദ്ധിക്കുന്നില്ല. പക്ഷേ പ്രൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്തപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു. പ്രൈസ് ഡിക്രീസ് ചെയ്തിട്ടും അതിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഡിസ്റ്റൻസിൽ ഇവിടെ വർദ്ധിച്ചോ, ഇല്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, പ്രൈസ് റെഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫേം പ്രൈസ് റെഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഫേംസും അതെന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു. അപ്പോൾ റിയൽ പ്രൈസ് എന്ന് പറയുന്നത് ഒരേപോലെ നിൽക്കും അല്ലേ. എല്ലാവരും കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു പ്രസക്തി ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യാത്തത്, വർദ്ധിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലെസ് ഇലാസ്റ്റിക് പോർഷനാണ്. ലെസ് ഇലാസ്റ്റിക് പോർഷൻ എന്ന പ്രൈസ് റെഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അത്രയും എന്ത് ചെയ്യുന്നില്ല, ഔട്ട്പുട്ട് വർദ്ധിക്കുന്നില്ല. ഓക്കെ, ഫേമിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. പ്രൈസ് കുറച്ചാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നുണ്ട്, പക്ഷേ കുറച്ചേ കൂടുന്നുള്ളൂ അല്ലേ. പ്രൈസ് റെഡ്യൂസ് ചെയ്താൽ എല്ലാവരും അത് ഫോളോ ചെയ്യുകയാണ്, അപ്പോൾ ഒരു ലാഭവും വരുന്നില്ല. പ്രൈസ് ഇൻക്രീസ് ചെയ്താലാണെങ്കിൽ നല്ല നഷ്ടമാണ്. അപ്പോൾ ഒലിഗോപോളിയിലെ എല്ലാ ഫേമും ശ്രമിക്കുക എന്താണ്, പ്രൈസ് റിജിഡിറ്റി ആയിരിക്കും, പ്രൈസ് റിജിഡായിട്ട് നിർത്താനായിരിക്കും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കിങ്കർ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ ഒരു ഓഡിയോ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ലെസ് ഇലാസ്റ്റിക് പോർഷനും മോർ ഇലാസ്റ്റിക് പോർഷനും കൂടെ കൂടിയിട്ടുള്ള ഡിമാൻഡ് കർവാണ് എവിടെ വരുന്നത്, ഒലിഗോപോളിയിൽ വരുന്നത്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ 2 കേസസ് ഇനി പറയാനുണ്ട്.
കോസ്റ്റ് മാറുമ്പോഴുള്ള കേസ്, അതേപോലെ ഡിമാൻഡ് മാറുമ്പോഴുള്ള കേസ്. അപ്പോഴൊക്കെ പ്രൈസിന് എന്താ സംഭവിക്കുന്നത്, പ്രൈസ് റിജിഡായിട്ട് തന്നെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാനുണ്ട്. അതും കൂടി നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിലൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഡിമാൻഡ് കർവ് ഓഫ് ദി ഒലിഗോപോളിസ് ഹാസ് എ കിങ് റിഫ്ലക്റ്റിംഗ് ദി ഫോളോയിങ് ബിഹേവിയറൽ പാറ്റേൺ. That if the entrepreneur reduces his price, he expects that his competitors will follow suit, matching the price cut, so that although the demand in the market increases, the share of competitors remain unchanged. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. So thus for price reduction below P, which corresponds to the point of the king, the share of the market demand curve is the relevant curve for decision making. നമ്മൾ പറഞ്ഞിട്ടുണ്ട് താഴെ വരുന്ന ഭാഗം എന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ് കർവിൻ്റെ പോർഷനാണ്. ഇപ്പോൾ എൻ്റർപ്രണർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഹിസ് കോമ്പറ്റേറ്റേഴ്സ് വിൽ നോട്ട് ഫോളോ ഹിം ഇഫ് ഹി ഇൻക്രീസസ് ഹിസ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഒലിഗോപോളി മാർക്കറ്റ് സ്ട്രക്ചറിൽ വരുന്ന മറ്റ് ഫേംസ് എന്ത് ചെയ്യൂല, പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂല. അതുകൊണ്ട് തന്നെ ഇൻക്രീസ് ചെയ്തിട്ടുള്ള ഫേമിന് എന്ത് ചെയ്യും, ഹി വിൽ ലോസ് എ കൺസിഡറബിൾ പാർട്ട് ഓഫ് ഹിസ് കസ്റ്റം. So thus for price increases above P, the relevant demand curve is the section DE of DD dash curve. Okay. അപ്പോൾ അപ്പർ സെക്ഷൻ ഓഫ് ദി കിങ്കർ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഹയർ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ് അല്ലേ ദാൻ ദി ലോവർ പാർട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള രീതി ഒന്ന് കിട്ടും കേട്ടോ. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു തിയറിയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ രണ്ട് കണ്ടീഷൻസ് പറയുന്നുണ്ട് അല്ലേ. അതായത് മാർജിനൽ കോസ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ പ്രൈസിന് എന്ത് സംഭവിക്കുന്നു, അത് റിജിഡായിട്ട് നിൽക്കുന്നുണ്ടോ, അതേപോലെ ഡിമാൻഡ് മാറുമ്പോൾ പ്രൈസ് റിജിഡായിട്ടാണോ നിൽക്കുന്നത് എന്നുള്ളത്. അതിൽ ഫസ്റ്റ് പറയുന്ന അതായത് മാർജിനൽ കോസ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഡയഗ്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഇതിൽ മാർജിനൽ റവന്യൂ കർവ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, കിങ്കർ ഡിമാൻഡ് കർവ് കൊടുത്തിട്ടുണ്ട്, മാർജിനൽ കോസ്റ്റ് കർവ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ആദ്യം പറഞ്ഞു നോക്കാം. ഓക്കെ, എന്നിട്ട് മാർജിനൽ കോസ്റ്റ് വരുന്ന മാറ്റം എങ്ങനെയാണ് പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടെ നോക്കാം. മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂ ഒക്കെ ഈക്വൽ ആവുന്നത് ഇക്വലീബ്രിയം പോയിന്റിലാണ്. അങ്ങനെ നമുക്ക് ഇക്വലീബ്രിയത്തിനെ തീരുമാനിക്കുന്നതല്ലോ. അപ്പോൾ ഇവിടെ കിങ്കർ ഡിമാൻഡ് കർവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ കിങ്കർ ഡിമാൻഡ് കർവിന് കറസ്പോണ്ടിങ് തന്നെ ആയിട്ടാണ് മാർജിനൽ റവന്യൂ കർവും വരക്കുന്നത്. ഓക്കെ, അപ്പോൾ കിങ്കർ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ DED എന്ന് പറയുന്ന ഈ ഒരു കർവായിരുന്നു കിങ്കർ ഡിമാൻഡ് കർവ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് തന്നെ ആയിട്ടാണ് മാർജിനൽ റവന്യൂ കർവും വരുന്നത്. ഓക്കെ, അതായത് FHRK ഇങ്ങനെ പോകുന്നൊരു പോർഷൻ FH, പിന്നെ ഇത് ഡിസ്കണ്ടിന്യൂസ് പോർഷനാണ് RK. അപ്പോൾ മാർജിനൽ റവന്യൂ കർവ് എന്താണ്, ഡിമാൻഡ് കർവ് കിങ്ക് ചെയ്യുന്ന ആ ഒരു ഭാഗത്തായിട്ട് മാർജിനൽ റവന്യൂ കർവ് എന്തായിട്ട് വരുന്നു, ഡിസ്കണ്ടിന്യൂസ് പോർഷനായിട്ട് വരുന്നു. ഓക്കെ, ഇക്വലീബ്രിയം പോയിന്റിൻ്റെ അവിടെ ആ ഒരു ഭാഗത്തായിട്ട് മാർജിനൽ റവന്യൂ കർവ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കണ്ടിന്യൂസ് പോർഷനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഡിസ്കണ്ടിന്യൂസ് പോർഷനെ തീരുമാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അപ്പർ പോർഷനും ലോവർ പോർഷനും ഉണ്ട്. അതായത് ഡിഫറെൻറ്റ് ഇലാസ്റ്റിസിറ്റിയാണ് വരുന്നത്. മോർ ഇലാസ്റ്റിക് ആണ്, ലെസ് ഇലാസ്റ്റിക് ആണ്. ഈ ഇലാസ്റ്റിസിറ്റി തമ്മിലുള്ള ഡിഫറൻസ് കൂടുതലാവുമ്പോൾ ഡിസ്കണ്ടിന്യൂസ് പോർഷൻ എന്ത് ചെയ്യും, കൂടുതലാവും. മാർജിനൽ റവന്യൂ കർവിൻ്റെ ഡിസ്കണ്ടിന്യൂസ് പോർഷൻ എന്ത് ചെയ്യും, കൂടുതലാവും. ഡിഫറൻസ് ഇൻ ഇലാസ്റ്റിസിറ്റി കുറയുമ്പോൾ മാർജിനൽ റവന്യൂ കർവിൻ്റെ ഡിസ്കണ്ടിന്യൂസ് പോർഷൻ എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഓക്കെ, so the marginal revenue curve associated with the kinger demand curve is discontinuous. Okay, the marginal revenue curve associated with the kinger demand curve is discontinuous. അല്ലെങ്കിൽ it has a broken vertical portion. marginal revenue curve എന്തുണ്ട്, it has a broken vertical portion. So the length of the discontinuity of marginal revenue curve depends upon the relative elasticities of the two segments. Okay, FH അല്ലെങ്കിൽ DED എന്ന് പറയുന്ന ഇലാസ്റ്റിസിറ്റി തമ്മിൽ ഡിഫറൻസ് നോക്കിയിട്ടാണ് മാർജിനൽ റവന്യൂ കർവിൻ്റെ ഡിസ്കണ്ടിന്യൂസ് പോർഷനെ പറയുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഗ്രേറ്റർ ദ ഡിഫറൻസസ് ഇൻ ടു ഇലാസ്റ്റിസിറ്റീസ്, രണ്ട് ഇലാസ്റ്റിസിറ്റിയും തമ്മിൽ ഡിഫറൻസ് കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ ദ ഗ്രേറ്റർ ദി ലെങ്ത് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റിൻ്റെ ലെങ്ത് എന്ത് ചെയ്യും, കൂടും. ഓക്കെ, അപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ളത് DED എന്ന് പറയുന്ന ഡിമാൻഡ് കർവിന് കറസ്പോണ്ടിങ് ആയിട്ട് വരച്ചിട്ടുള്ള മാർജിനൽ റവന്യൂ കർവ് ആണ്. FHRK അത് ഡിസ്കണ്ടിന്യൂസ് പോർഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ.
പിന്നെ മാർജിനൽ റവന്യൂ കർവ് പറഞ്ഞു. ഇനി വരുന്ന മാർജിനൽ കോസ്റ്റ് കർവാണ്. മാർജിനൽ കോസ്റ്റ് കർവ് ഏതിലൂടെയാണ് പാസ് ചെയ്യുന്നത്? മാർജിനൽ റവന്യൂ ഡിസ്കണ്ടിന്യൂസ് പോർഷൻ അല്ലേ? മാർജിനൽ റവന്യൂവിൻ്റെ ഡിസ്കണ്ടിന്യൂസ് പോർഷനിലൂടെയാണ് മാർജിനൽ കോസ്റ്റ് കർവ് എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാർജിനൽ റവന്യൂ കർവ്, മാർജിനൽ കോസ്റ്റ് കർവ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്? ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദി പ്രോഫിറ്റ് മാക്സിമൈസിങ് പ്രൈസ് ഔട്ട്പുട്ട് കോമ്പിനേഷൻ. ഓക്കെ, ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് മാക്സിമൈസിങ് പ്രൈസ് ഔട്ട്പുട്ട് കോമ്പിനേഷൻ, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർജിനൽ കോസ്റ്റ് കർവും മാർജിനൽ റവന്യൂ കർവും ഒക്കെ പറയുന്നത്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് കർവ് പോകുന്നത് മാർജിനൽ റവന്യൂവിൻ്റെ ഡിസ്കണ്ടിന്യൂസ് പോർഷനിലൂടെയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഫേമിൻ്റെ ഇക്വിലിബ്രിയം പറയുമ്പോൾ എം സി ഈസ് ഈക്വൽ ടു എം ആർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ? ഒരു കണ്ടീഷനാണ് എം സി ഈസ് ഈക്വൽ ടു എം ആർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫേം എപ്പോഴും ഇക്വിലിബ്രിയത്തിലെത്തും അല്ലെങ്കിൽ ഒലിഗോപ്പൊളിയിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതിന് ഈ എന്ന് പറയുന്ന പോയിന്റിന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ മാർജിനൽ റവന്യൂ കർവിനേക്കാളും കുറവാണ് എം സി. മാർജിനൽ റവന്യൂവിനേക്കാളും താഴത്താണ് എം സി നിൽക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി ഈ എന്ന് പറയുന്നത് ഇവിടെ താഴേക്ക് പോകുമ്പോൾ, അത് ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ മാർജിനൽ റവന്യൂവിനേക്കാളും മുകളിലായിട്ടാണ് എം സി വരുന്നത്. ഓക്കെ, സോ the equilibrium of the firm is defined by the point of the king, because at any point to the left of the king, MC is below the MR. ഈ എന്ന് പറയുന്ന ലെഫ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ എം സി എന്താണ്? എം ആർ കർവിനേക്കാളും എം സി താഴെയാണ് നിൽക്കുന്നത്. ഓക്കെ, വൈൽ ടു ദി റൈറ്റ് ഓഫ് ദി കിങ് പോയിന്റിന് റൈറ്റിലേക്ക് നോക്കുമ്പോൾ ദി എം സി ഈസ് ലാർജർ ദാൻ ദി എം ആർ. എം സി എന്താണ്? എം ആർ കർവിനേക്കാളും ലാർജറാണ്. അപ്പോൾ നമുക്ക് ഒരു പോയിന്റാണ് ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടുന്നത്, ഈ എന്ന പോയിന്റ്. അതായത് ആ ഡിസ്കണ്ടിന്യൂസ് പോർഷനിലൂടെ എം സി പോകുന്ന പോയിന്റാണ് നമുക്ക് ഇക്വിലിബ്രിയം പോയിന്റിലെ ഭാഗമായിട്ട് പറയാം. ഓക്കെ, സോ ദി ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം ഈസ് ഡിഫൈൻഡ് ബൈ ദി പോയിന്റ് ഓഫ് ദി കിങ്. എന്തുകൊണ്ടാണ് ഈ എന്ന് പറയുന്ന ഈ ഒരു കിങ് പോയിന്റിൽ ഇക്വിലിബ്രിയം ആണെന്ന് പറയുന്നത്? ബിക്കോസ് അറ്റ് എനി പോയിന്റ് ടു ദി ലെഫ്റ്റ് ഓഫ് ദി കിങ് എം സി ഈസ് ബിലോ ദി എം ആർ, വൈൽ ടു ദി റൈറ്റ് ഓഫ് ദി കിങ് ദി എം സി ഈസ് ലാർജർ ദാൻ ദി എം ആർ. അപ്പോൾ എല്ലാം ഈക്വൽ ആകുന്ന ഒരു പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അത് ഈ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കിങ് പോയിന്റാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടും അല്ലേ? അതായത് എം സി എം ആർ ഒക്കെ ഈക്വൽ ആകുന്ന ഒരു പോയിന്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടും. സോ ദ ഒലിഗോപ്പൊളിസ്റ്റ് വിൽ ബി മാക്സിമൈസിങ് ഹിസ് പ്രോഫിറ്റ്സ് അറ്റ് ദ പ്രിവൈലിംഗ് പ്രൈസ് ലെവൽ ഒ പി എന്ന പ്രൈസ് ലെവലിലായിരിക്കും ഒലിഗോപ്പൊളിയിൽ വരുന്ന ഫേംസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ എത്തിയത് കൊണ്ട് തന്നെ ഒലിഗോപ്പൊളിയിൽ വരുന്ന ഫേംസിനൊന്നും പിന്നെ പ്രൈസ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടാവില്ല. ഹി വിൽ ഹാവ് നോ ഇൻസെൻറ്റീവ് ടു ചേഞ്ച് ദി പ്രൈസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ഓർത്ത് വെക്കുക കേട്ടോ. അതായത് ചേഞ്ചസ് ഇൻ കോസ്റ്റ് ആൻഡ് ഒലിഗോപ്പൊളി പ്രൈസ്. ഇനി എം സി ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ, ഇൻക്രീസ് ചെയ്താലും സംഭവിക്കുന്ന കേസ് ഇവിടെ പറയുന്നുണ്ട്. അത് ഡിസ്കണ്ടിന്യൂസ് പോർഷനിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഡിമാൻഡ് കർവ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന എപ്പോഴാണ്? ഈ എന്ന് പറയുന്ന കിങ്കർ പോയിന്റിൽ തന്നെ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളും കൂടി ഓർത്ത് വെക്കുക. വേറൊരു കാര്യം കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ചേഞ്ചസ് ഇൻ കോസ്റ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ കോസ്റ്റിൽ എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് സ്റ്റേബിളാണ്. മാർജിനൽ കോസ്റ്റ് എന്തെങ്കിലും, അതായത് കോസ്റ്റിൽ എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ മാർജിനൽ അതാണ് പുതിയ എം സി ഡാഷ് കൊണ്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ മാർജിനൽ കോസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ അതും പാസ് ചെയ്യുന്നത് ഈ എച്ച് ആർ എന്ന് പറയുന്ന ഡിസ്കണ്ടിന്യൂസ് പോർഷനിലൂടെ തന്നെയാണ്. ഓക്കെ, സോ മാർജിനൽ കോസ്റ്റ് കർവ് ഷിഫ്റ്റ്സ് അപ്വേർഡ് ഫ്രം എം സി ടു എം സി ഡാഷ് ഡ്യൂ ടു ദി റൈസ് ഇൻ കോസ്റ്റ്. കോസ്റ്റ് വർദ്ധിപ്പിച്ചപ്പോൾ എം സി ഡാഷിലേക്ക് എന്ത് ചെയ്തു? ഷിഫ്റ്റ് ചെയ്തു. അപ്പം ന്യൂ മാർജിനൽ കോസ്റ്റ് കർവ് നമുക്ക് കിട്ടി, എം സി ഡാഷ്. അതും പാസ് ചെയ്യുന്നത് ഇതിലൂടെ തന്നെയാണ്? ഡിസ്കണ്ടിന്യൂസ് പോർഷനിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് എല്ലാ രീതിയിലും എന്ത് ചെയ്യുന്നു? സ്റ്റേബിളായിട്ട് നിൽക്കാനായിട്ടും ഒരു ഒലിഗോപ്പൊളിസ്റ്റിക് മാർക്കറ്റ് സ്ട്രക്ചറിൽ എല്ലാ ഫേമും ശ്രമിക്കുന്നത്. ആ ഒരു കാര്യം കൂടെ ഇതിൽ ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു കേസ് വരുന്നത് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആൻഡ് ഒലിഗോപ്പൊളി പ്രൈസ്. ഡിമാൻഡിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ എന്താണ് ഒലിഗോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചറിൽ വരുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഇക്വിലിബ്രിയത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഡിമാൻഡ് കർവ് എന്ത് ചെയ്യാണ്? ഷിഫ്റ്റ് ചെയ്യുന്നത്. നേരത്തെ മാർജിനൽ കോസ്റ്റ് ഷിഫ്റ്റ് ചെയ്തു, അപ്പോഴും പ്രിവൈലിംഗ് പ്രൈസ് ലെവൽ തന്നെ നിൽക്കുകയാണ്. ഇനി ഡിമാൻഡിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഡിമാൻഡ് കർവ് ആണ്
DED എന്ന് പറയുന്നത്. അതിപ്പോൾ ഡിമാൻഡ് വർദ്ധിച്ചാൽ എന്ത് ചെയ്യുന്നു, കർവ് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ഡി ഡാഷ് എന്ന് പറയുന്നത്. സ്മോൾ ഡി ഡാഷും ക്യാപിറ്റൽ ലെറ്റർ ഡി ഡാഷും. അത് പുതിയ കിങ്കർ ഡിമാൻഡ് കർവാണ്. അപ്പോഴും എന്താണ് നോക്കുക, MC കർവ് MR കർവിൻ്റെ ഡിസ്റ്റൻസിൽ, അതായത് ഡിസ്കണ്ടിന്യൂസ് പോർഷനിൽ തന്നെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആദ്യത്തെ ഡിമാൻഡ് കർവ് ഇത് D. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള MR കർവാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഷിഫ്റ്റ് ചെയ്തപ്പോൾ D ഡാഷ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ഈ ഡോട്ടർ ഇട്ടിട്ടുള്ള MR ഡാഷ് കർവ്. അപ്പോൾ അതിൻ്റെ ഡിസ്കണ്ടിന്യൂസ് പോർഷനിലൂടെ തന്നെ ആയിരിക്കും MC കർവ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസ് ലെവൽ എന്തായിരിക്കും, സ്ഥിരമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, റിജിഡായിട്ട് നിൽക്കുകയാണെന്നാണ് ഈ ഒരു ഗ്രാഫിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഒന്നും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലെങ്കിലും എന്താണ് കിങ്കർ ഡിമാൻഡ് കർവിൻ്റെ ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഗ്രാഫ് ഒന്ന് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, കിങ്കർ ഡിമാൻഡ് കർവ് തിയറിയിൽ ഇക്കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് കോസ്റ്റിൽ മാറ്റം വന്നാൽ എന്താണ് സംഭവിക്കുന്നത്, അതേപോലെ ഡിമാൻഡിൽ മാറ്റം വന്നാൽ എന്ത് സംഭവിക്കുന്നു, അതാണ് നമ്മൾ ഈ ഒരു ഗ്രാഫിലും നേരത്തെ പറഞ്ഞ ഗ്രാഫിലും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തിൽ മാറ്റം വന്നാലും പ്രൈസ് ലെവൽ എന്താണ്, സ്റ്റിക്കായിട്ട് അല്ലെങ്കിൽ റിജിഡായിട്ട് തന്നെ നിൽക്കുക. അതിൻ്റെ റീസൺസ് ആണ് ഇപ്പോൾ നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. അഡീഷണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്തതാണിത്. പിന്നെ സെക്കൻഡ് ഗ്രാഫ് പറഞ്ഞല്ലോ, MC ഡാഷ് കോസ്റ്റ് വ്യത്യാസം വന്നാൽ വരുന്നത്, അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് ന്യൂ ഡിമാൻഡ് കർവ് വരുമ്പോൾ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത്, പ്രൈസിന് എന്താണ് സ്ഥിരമായിട്ട് തന്നെ നിൽക്കുകയാണ്, അതാണ് ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഗ്രാഫിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ അതിൻ്റെ ക്രിറ്റിസിസം ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട് കേട്ടോ. ദ കിങ്കർ ഡിമാൻഡ് കർവ് തിയറി ഓഫ് ഒലിഗോപ്പൊളി എക്സ്പ്ലെയിൻ ഓൺലി ദ പ്രൈസ് റിജിഡിറ്റി മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലാതെ പ്രൈസ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് കിങ്കർ ഡിമാൻഡ് കർവ് തിയറിയിൽ പറയുന്നില്ല. അതേപോലെ ഏത് പ്രൈസ് ലെവലാണ് ഉള്ളത്, മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഏത് പ്രൈസ് ലെവലാണ് സെറ്റ് ചെയ്യേണ്ടതെന്നും കിങ്കർ ഡിമാൻഡ് കർവ് തിയറിയിൽ പറയുന്നില്ല. കിങ്കർ ഡിമാൻഡ് കർവ് എക്സ്പ്ലെയിൻ ദ സ്റ്റിക്നെസ് ഓഫ് പ്രൈസസ് ഇൻ എ സിറ്റുവേഷൻ ഓഫ് ചേഞ്ചിങ് കോസ്റ്റ് ആൻഡ് ഹൈ റൈവൽറി. കിങ് വരാനുള്ള കാരണം എന്താണ്, കിങ് ഈസ് ദി കോൺസിക്വൻസസ് ഓഫ് അൺസർട്ടനിറ്റി ഓഫ് ഒലിഗോപ്പൊളിസ്റ്റ് ആൻഡ് ഓഫ് ദെയർ എക്സ്പെക്ടേഷൻസ് ദാറ്റ് കോമ്പറ്റേറ്റേഴ്സ് വിൽ മാച്ച് പ്രൈസ് കട്ട്സ് ബട്ട് നോട്ട് പ്രൈസ് ഇൻക്രീസസ്. കിങ് വരാനുള്ള ഒരു കാരണം അൺസർട്ടനിറ്റിയാണ്. അതായത് ഒലിഗോപ്പൊളിസ്റ്റിന് അറിയില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അവർ എക്സ്പെക്റ്റ് ചെയ്യാണ് പ്രൈസ് കട്ട് ചെയ്യുക, ബാക്കിയുള്ള കോമ്പറ്റേറ്റേഴ്സ് അത് ചെയ്യും. അതേപോലെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ ആരും ഇൻക്രീസ് ചെയ്യില്ല. ആ ഒരു എക്സ്പെക്റ്റേഷൻ്റെ ബേസിലാണ് കിങ്കർ ഡിമാൻഡ് കർവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹൗവർ ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ ലെവൽ ഓഫ് പ്രൈസ് അറ്റ് വിച്ച് ദ കിങ് വിൽ ഒക്കർ. അപ്പോൾ ഏത് പ്രൈസ് ലെവലാണ് കിങ് നടക്കുന്നത് എന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. The Kinger demand hypothesis does not explain the height of the king. Hence, it is not a theory of pricing but rather a tool for explaining why the price once determined will tend to remain fixed. അപ്പോൾ ഇത് പ്രൈസിങ് ചെയ്യാനുള്ള അല്ലെങ്കിൽ തിയറി ഓഫ് പ്രൈസിങ് അല്ല, അല്ലാതെ എന്താണ്, ഇറ്റ് ഈസ് എ ടൂളാണ്. ഇറ്റ് ഈസ് എ ടൂൾ ഫോർ എക്സ്പ്ലെയിനിങ് എന്തുകൊണ്ടാണ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ള പ്രൈസിൽ തന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ടാണ് കിങ്കർ ഡിമാൻഡ് കർവിനെ പറയുന്നത്. അല്ലാതെ ഒരു തിയറി ഓഫ് പ്രൈസിങ് എന്ന രീതിയിൽ നമുക്കതിനെ പറയാൻ പറ്റൂല എന്നുള്ളതാണ് ഇതിൻ്റെ ക്രിറ്റിസിസം ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ്, കിങ്കർ ഡിമാൻഡ് കർവ് എങ്ങനെയാണ് വരുന്നത്, കിങ്കർ ഡിമാൻഡ് കർവ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്. പിന്നെ അതൊരു 3 ഗ്രാഫ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രാഫിൽ നമ്മൾ കിങ്കർ ഡിമാൻഡ് കർവ് വരച്ചു നോക്കി അല്ലേ. സെക്കൻഡ് ഗ്രാഫിൽ വരുന്നത് എന്തായിരുന്നു, കോസ്റ്റിൽ എന്ത് മാറ്റം വന്നാൽ ഇക്വിലിബ്രിയത്തിൽ എന്ത് മാറ്റം വരും. ഓക്കെ, ദെൻ പിന്നെ ഡിമാൻഡിൽ എന്ത് മാറ്റം വന്നാൽ ഇക്വിലിബ്രിയത്തിൽ എന്ത് മാറ്റം വരും. ഒക്കെ എന്താണ്, പ്രൈസ് ലെവൽ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്, സ്റ്റേബിളായിട്ട് നിൽക്കുകയാണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ.